കിങ് ഇത് RDX കൊള്ളായിരുന്നു. പിന്നെ ഗരുഡൻ കൊള്ളായിരുന്നു. പിന്നെ മോശപ്പെട്ട സിനിമ എന്ന് പറയാൻ സലാർ, പിന്നെ കിങ് ഓഫ് കൊത്ത പോരായിരുന്നു. കിങ് ഓഫ് കൊത്ത ഇത്തിരി പ്രതീക്ഷ കൂടിയായിരുന്നു, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയാം. പിന്നെ സലാറും അതേപോലെ തന്നെ. അതെ. ഓക്കെ, 2018 എനിക്ക് കണ്ടതിൽ നല്ല സിനിമയായിട്ട് തോന്നിയത്. ആൻഡ് വേർസ്റ്റ് മൂവി, ഞാൻ കുറേ മൂവി കണ്ടെങ്കിലും എനിക്കങ്ങനെ വേർസ്റ്റ് ആയിട്ട് പറയാനായിട്ടൊന്നും തോന്നുന്നില്ല. ആക്ച്വലി ഐ എം നോട്ട് ഗെറ്റിംഗ് ഏതാ മൂവിന്ന്. ആൻഡ് സ്റ്റിൽ ലൈക്ക് വാലാട്ടി മൂവി ഉണ്ടല്ലോ, വേർസ്റ്റ് മൂവി ഞാൻ പറയുന്നില്ല, പക്ഷെ ആ ഡോഗിന്റെ കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ നല്ലതാണല്ലോ, എന്തൊക്കെയോ ഒരു മിസ്സിങ് തോന്നി. സോ ഞാൻ കണ്ടതിലെ ലിസ്റ്റിൽ എനിക്കങ്ങനെ തോന്നി. സെയിം ആക്ച്വലി ഇവിടെ നോർത്ത് ഇന്ത്യൻ ആണെങ്കിലും എന്റെ കൂടെ മൂവീസ് കാണാറുണ്ട്. ബെസ്റ്റ് മൂവി യു ക്യാൻ സേ രോമാഞ്ചം. I watched first movie, Malayalam movie Romancham. So for me that was good. Worst movie We watched together Valachi only we watched, right? any movie like in Hindi, something you can remember. A Pathan movie. മികച്ചെന്ന് തോന്നിയ ചിത്തയാണ് എനിക്ക് ഏറ്റവും കുഴപ്പമില്ലാതെ എനിക്ക് മികച്ചതായി തോന്നിയത്. മോശം എന്നല്ല, എനിക്ക് വിജയന്റെ വാരിസ് അത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മുമ്പ് ഇറങ്ങിയ വിജയനെ കമ്പാരേറ്റീവ് നോക്കുമ്പോൾ എനിക്ക് അത്ര ഇതായി തോന്നില്ല. ഇപ്പൊ സ്റ്റോറി ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും അത്ര ഇതായി തോന്നില്ല. വാരിസാണ് പിന്നെ കുറച്ചും കൂടി എനിക്ക് ബ്രോ മികച്ച RDX കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു. പിന്നെ നമ്മുടെ ലിയോ സിനിമ കൊള്ളായിരുന്നു. പക്ഷെ കണ്ടതിൽ വെച്ചിട്ട് ഇപ്പം ബാഡായിട്ട് ഫീൽ ചെയ്ത് സലാർ മൂവി. ക്യാഷ് കൊടുത്തതിന് ഒരു ഫീലും തോന്നില്ല. കാരണം നമ്മുടെ അതിനെക്കാട്ടി ജനതാ ഗാരേജ് മൂവി കൊള്ളാന്നാണ് എന്റെ അഭിപ്രായം. നാല് ഡയലോഗ് ഊമയാണെന്ന് തോന്നുന്നില്ലേ, പ്രഭാസിന് 4 ഡയലോഗ് ഉണ്ടായിരുന്നു. അത് അങ്ങനെ എക്സ്പെക്ട് ചെയ്തെങ്കിൽ പോലും അതിന്റെ ഒരു അടുത്ത് പോലും എത്തിയിട്ടില്ല. പക്ഷെ അതൊന്നും വന്നിട്ടില്ല. എന്തായാലും അങ്ങനെ ബാഹുബലി മാത്രമേ പറ്റൂ സത്യം ഈ വർഷം കണ്ടതിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് എന്ന് തുടങ്ങാം. ഞാൻ ഇന്ന് നേരെന്ന് പറയുന്ന ഫിലിം കണ്ടിട്ടാണ് വരുന്നത്. എനിക്കത് കണ്ടിട്ട് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. അതായത് ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂവിൽ സൊസൈറ്റി എങ്ങനെ ഇടപെടുന്നു, എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതും അതിലെനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഒരു വിക്റ്റിമായിട്ടുള്ള ആ പെൺകുട്ടി ലാസ്റ്റ് ആ ഒരു കോർട്ടിൽ നിന്ന് പുറത്ത് ആ ഒരു ഇതൊക്കെ മാറ്റിയിട്ട് പുറത്ത് വരുന്നത് ഭയങ്കര ഒരു ഇതായിരുന്നു. പ്രത്യേകിച്ച് ഞാനൊരു വിമൻ റിലേറ്റഡ് ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഈ ഫിലിം സൊസൈറ്റിക്ക് ഒരു നല്ല മെസ്സേജ് കൊടുക്കാൻ കഴിഞ്ഞായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. എനിക്ക് ഞാൻ 2 കുട്ടികളുടെ അമ്മയാണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് രോമാഞ്ചം, RDX അതുപോലുള്ള ഫിലിം അവർക്ക് വളരെയേറെ എൻജോയ് ചെയ്ത സിനിമയാണ്. നമ്മൾ ആ ഒരു രീതി ചിന്തിക്കുകയാണെങ്കിൽ ന്യൂജൻ കുട്ടികൾക്ക് ഏറ്റവും കൂടെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പല സിനിമകളും ഈ വർഷം ഇറങ്ങിയിട്ടുണ്ട്. ഇഷ്ടപ്പെടാത്തതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എനിക്കിപ്പോൾ ഈ സലാർ എന്നുള്ള ഫിലിം ഞാൻ റീസെന്റ് കണ്ടു. അപ്പം അതിൽ കുറച്ച് സ്റ്റോറീസ് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. ഞാൻ കണ്ടതിൽ ഒപ്പൻഹൈമർ എനിക്ക് ഇഷ്ടപ്പെട്ട്. പിന്നെ ഇഷ്ടപ്പെടാത്തത് സലാർ അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ദീക്ഷ കൂടി പോയത് ട്രെയിലർ ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ട് സിനിമ അത്ര കൊള്ളത്തില്ലായിരുന്നു. അല്ല, ഇഷ്ടപ്പെടാത്തെന്ന് ചോദിച്ചാൽ ഞാൻ ഉദ്ദേശിച്ച അത്ര എനിക്ക് തോന്നാത്തത് കിങ് ഓഫ് കൊത്ത. പിന്നെ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ ഓപ്പൺഹൈമർ ഇഷ്ടപ്പെട്ട്, ലിയോയും കൊള്ളായിരുന്നു. സെയിം അവന്റെ അഭിപ്രായം തന്നെ. ഏറ്റവും ഇഷ്ടപ്പെട്ട ലിയോ ആണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട ലിയോ. മലയാളത്തിൽ അതിലുണ്ടോ എടുത്ത് പറയാൻ വേണ്ടി? മലയാളം കണ്ണൂർ സ്കോഡ് കൊള്ളാം. ഇഷ്ടപ്പെടാത്തെന്ന് പറയാൻ സലാർ അത്ര ഇതില്ലായിരുന്നു. ഈ വർഷം കണ്ട് ഏറ്റവും മികച്ചതെന്ന് പറഞ്ഞ സിനിമയാണ്? മികച്ചതായിട്ട് തോന്നി സ്റ്റോറി വൈസ് നോക്കുകയാണെങ്കിൽ കാതൽ നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ആ പ്ലോട്ട് ആരും, പ്രത്യേകിച്ച് മമ്മൂട്ടിയെ പോലുള്ള ഒരു ആക്ടർ അങ്ങനെ ഒരു പ്ലോട്ട് ചെയ്യുന്നെന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു കണ്ടന്റിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. രണ്ടാമത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് RDX നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് ആ பக்கா தியேட்டர் வைப் ஒரு எக்ஸ்பீரியன்ஸ் ஆயிருந்தோ. பட் நான் போன வருஷம் இந்த வருஷம் படம் கண்டு அது எனக்கு ரொம்ப பிடிச்ச படம் வந்து உதயநிதி ஸ்டாலின் நடித்த மாமன்னன் படம். அது ரொம்ப ஹார்ட், ரொம்ப டச்சிங்காக இருந்த வரை படம். பட் அது தமிழ்நாட்டில் ஒரு எம்எல்ஏக்கு அதாவது தாழ்த்தப்பட்டவருக்கும் ஒரு பர்டிகுலர் லெவலில் இருக்கிறவருக்கும் இடையில இருக்கக்கூடிய ஒரு சினிமா. ரொம்ப ரொம்ப ஹார்ட், ரொம்ப டச்சிங்காக இருந்தக்கூடிய ஒரு படம்.
பட்டு நான் ரொம்ப அந்த படத்தை பார்த்துட்டு ரொம்ப எமோஷன் ஆனேன். பட் அதில் கீர்த்தி சுரேஷ் ரொம்ப ஒரு சூப்பரான ஒரு கேரக்டர் பண்ணியிருப்பாங்க. பட்டு வேற நான் வந்து ஜெயிலர்லாம் நான் பார்க்கறதில்ல. எனக்கு அந்த மாதிரி படங்கள்லாம் பிடிக்கிறதில்ல. எனக்கு கமர்ஷியல்லாம் பிடிக்கிறதில்ல. அதிரடி அந்த மாதிரி நேச்சுரல் ஆகிட்டு இருக்கக்கூடிய படங்கள் எனக்கு பிடிக்கும். அதே மாதிரி விடுதலைன்னு ஒரு படம் உண்டு. அந்த விடுதலை படம் வெற்றிமாறன் இயக்கிய படம். அதுவும் ரொம்ப ரொம்ப டச்சாக இருந்தக்கூடிய ஒரு படம். சிமிலர்லி அதே மாதிரி எனக்கு விடுதலை 2 காணன்னு ஒரு ஆசை உண்டு. அதே மாதிரி மாமன்னன் மாதிரி ஒரு படம் எனக்கு வந்து அந்த மாதிரி ஃபில்ம் வந்து நான் வந்து ரொம்ப வந்து லைக் பண்ணுறேன். ഈ വർഷം ഇറങ്ങിയ മോശം സിനിമ നല്ല സിനിമ നല്ലതായിട്ട് തോന്നിയത് ജയിലർ ഇഷ്ടപ്പെട്ടു, ലിയോ, പിന്നെ മലയാളത്തിൽ കണ്ണൂർ സ്കോഡ് അത് ഇഷ്ടപ്പെട്ടു. പിന്നെ മോശമായിട്ടെന്ന് പറയാൻ ഈ വോയിസ് ഓഫ് സത്യനാഥൻ അത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എല്ലാവരും പറയും പോലെ എനിക്ക് സലാർ അത്ര ഒരു എൻ്റർടൈനിങ് ആയിട്ട് തോന്നിയിട്ടില്ല. സെക്കൻഡ് ഹാഫൊക്കെ എനിക്ക് ഇത്തിരി ലാഗായിട്ടാണ് തോന്നിയത്. ഞാൻ കണ്ടത് വെച്ചിട്ട് ഇപ്പോൾ ഇറങ്ങിയതിൽ നേര് നല്ല മൂവിയാണ്. 2018 നല്ല മൂവിയാണ്. പിന്നെ RDX അത്യാവശ്യം നല്ല ഒരു വെറൈറ്റി ടൈപ്പ് ഒരു മൂവി ആയിരുന്നു. അത് തിയേറ്ററിൽ പോയി കാണാൻ നല്ലൊരു മൂവി ആയിരുന്നു. ഈ വർഷം കണ്ട ഏറ്റവും മികച്ചെന്ന് തോന്നിയ സിനിമ ഏതാണ്? ഭാഷ ഏതായാലും കുഴപ്പമില്ല. ഞാൻ തമിഴിൽ ഒരു പോർത്തുഗൽ എന്ന് പറഞ്ഞ പടം കണ്ടിട്ടുണ്ടായിരുന്നു. അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അത് അത്യാവശ്യം നല്ല പടമായിരുന്നു. ഐ മീൻ അതിൻ്റെ മേക്കിങ് അത്യാവശ്യം എനിക്ക് നന്നായിട്ട് തോന്നിയ ഒരു പടമാണ്. ഐ മീൻ കഥ കുറച്ച് മുമ്പ് കണ്ടിട്ടുള്ള കഥയാണ്. മീൻസ് പല പല സിനിമകളിലേക്കും പല ഭാഷകളിൽ കണ്ടിട്ടുള്ള പടമാണ്. മീൻ കഥയാണ്. പക്ഷെ അതിൻ്റെ മേക്കിംഗ് അത്യാവശ്യം എനിക്ക് നന്നായിട്ട് തോന്നി. എനിക്ക് ഇഷ്ടപ്പെട്ടു. മലയാളം ഇപ്പോൾ റീസെന്റ് നമ്മുടെ ഇൻഡസ്ട്രി അത്യാവശ്യം നല്ലതാണല്ലോ. നമുക്ക് കാണുന്ന പടത്തിൽ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക സിനിമാറ്റോഗ്രാഫി ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പൊതുവെ എല്ലാം അങ്ങനെ തന്നെയാണ്. മുമ്പത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ലതായിട്ട് തോന്നാറുള്ളൂ. ഈ വർഷം കണ്ട ഏറ്റവും മികച്ച സിനിമയായിട്ട് തോന്നിയതാണ്? ഈ വർഷം കണ്ടതിൽ കണ്ണൂർ സ്കോഡ് നല്ലൊരു സിനിമയായിട്ട് തോന്നി. പിന്നെ നമ്മുടെ ലിയോ. കണ്ടിലെ മോശം സിനിമ ഏതെങ്കിലും ഉണ്ടോ? മോശം സിനിമയായിട്ട് കിങ് ഓഫ് കൊത്ത ആ ഒരു പ്രതീക്ഷ ഒരു ഹൈപ്പിന് എത്തിയില്ല, കൊള്ളില്ലെന്ന് തോന്നി. ഇത് രണ്ടും തന്നെയാണ്. അത് രണ്ട് ഇപ്പൊ ഈയിടെ കണ്ട 2018 പിന്നെ ഈ ഇടയ്ക്ക് ഇറങ്ങിയ സലാറ് ഒരു കുഴപ്പമില്ലാത്തൊരു സിനിമയായിരുന്നു. പിന്നെ അത് 2018 തന്നെയായിരുന്നു. അത് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മോശമായിട്ട് ഇരുന്ന് കണ്ട എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് കൊത്തയായിരുന്നു. അത് ഭയങ്കര പ്രതീക്ഷ വന്ന സിനിമയെന്ന് വെച്ചാൽ അത് ഭയങ്കര മോശം അനുഭവമായിരുന്നു. അത് തന്നെ. പക്ഷേ RDX ഒട്ടും പ്രതീക്ഷ വന്നതല്ലായിരുന്നു. പക്ഷെ അത് ഭയങ്കര നല്ല സിനിമയായിരുന്നു. കണ്ട ബെസ്റ്റ് 18 RDX ആണ്. അതെ.